JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം, അതായത് ശുക്രൻ ഉച്ചരാശിയിൽ മീനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇത് പറയാൻ കാര്യം, പലരുടെയും ധാരണയെന്ന് പറഞ്ഞാൽ ശുക്രൻ ഉച്ചരാശിയിൽ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏതാണ്ട് വലിയ മഹാകാര്യങ്ങൾ സംഭവിക്കുന്നു ചില രാശിക്കാർക്ക് എന്നുള്ള ഒരു ചിന്താഗതിയിൽ പല വീഡിയോയുമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ശുക്രൻ മീനൻ രാശിയിൽ ശുക്രൻ മാത്രമല്ല നിൽക്കുന്നത്, ശുക്രനോടൊപ്പം വേറെ ചില ഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഫലം നമുക്കിവിടെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കാം ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അസ്ട്രോളജിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അല്ലാതെ അസ്ട്രോളജിയുടെ പേരിൽ കുറേ പുകഴ്ത്തി പറഞ്ഞ് കുറേ വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ താല്പര്യമുള്ളവർ കാണുക. കാരണം നിങ്ങൾ ഉടനെ ഈ ശുക്രൻ രാശി മാറി ജനുവരി 28 മുതൽ നിങ്ങൾ ലക്ഷപ്രഭുവാകും, അല്ലെങ്കിൽ കോടീശ്വരാകും, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല, ഇങ്ങനൊന്നും പറയുന്നൊരു വീഡിയോ അല്ലാത്തതുകൊണ്ട് ഇതിനോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക. 2025 ജനുവരി 28 മുതൽ മെയ് 31 വരെയാണ് ശുക്രൻ മീനൻ രാശിയിൽ, അതായത് ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം. സാധാരണഗതിയിൽ ശുക്രൻ ഇത്രയും കാലം, അതായത് ഫെബ്രുവരി 28 മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ് പൂർണ്ണമായിട്ടും, അപ്പോൾ ഏതാണ്ട് 3 മാസത്തിലധിക കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുക സാധാരണ അങ്ങനെ പതിവുള്ള കാര്യവുമല്ല. എങ്കിലും ഇപ്പോഴത്തെ രാശിമാറ്റം മൂലം മെയ് 31 തീയതി വരെ ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ആ ശുക്രനോടൊപ്പം രാഹു വരുന്നു, ബുധൻ വരുന്നു, സൂര്യൻ വരുന്നു, ശനി വരുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും ശുക്രനോടൊപ്പം കൂടിച്ചേരുമ്പോൾ എന്തായിരിക്കാം സംഭവിക്കുന്നത്, എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നല്ല ഫലം തരുമോ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ശുക്രൻ്റെ ആ ഒരു നല്ല ഫലം ഇപ്രാവശ്യം എല്ലാവർക്കും ആർക്കെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ്. ജനുവരി 28 മുതൽ മെയ് 18 വരെ ശുക്രന് രാഹു യോഗമാണ് ഉള്ളത്. അതായത് രാഹു മീനൻ രാശിയിൽ നിൽക്കുമ്പോഴാണ് ശുക്രൻ മീനൻ രാശിയിലേക്ക് കടക്കുന്നത്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുമുണ്ട്. അതായത് നല്ല വസ്ത്രം, അതുപോലെ മെച്ചപ്പെട്ട ആഭരണങ്ങൾ, മറ്റ് ആഡംബര വസ്തുക്കൾ, വീട്, വാഹനം, അതുപോലെ ശരീര സൗന്ദര്യം, പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ, പ്രണയ സംബന്ധമായ കാര്യങ്ങൾ, രതിസുഖം, ശയ്യാസുഖം, കളത്രസുഖം, അതുപോലെ തന്നെ നിധിദ്രവ്യങ്ങൾ, പെട്ടെന്നുള്ള ധനലാഭത്തിനാണ് നിധിദ്രവ്യങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള പല ഗുണാനുഭവങ്ങളും ഉന്നത നിലവാരത്തിൽ ലഭിക്കുന്ന സ്ഥാനമാണ് ശുക്രൻ്റെ ഉച്ചരാശിയായ മീനത്തിലെ സ്ഥിതി. അത് ശുക്രനെ മാത്രമായി പറയുമ്പോൾ, ശുക്രൻ മാത്രമായി മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലമാണ് ഈ പറഞ്ഞത്. ജനുവരി 28 മുതൽ മെയ് 31 വരെ ഇത്രയും നീണ്ട കാലയളവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ശുക്രൻ നിൽക്കുന്ന രാശിയിലേക്ക്, അതായത് മീനത്തിലേക്ക് ഓരോരോ സമയങ്ങളിലായിട്ട് ബുധനും സൂര്യനും ശനിയും പ്രവേശിക്കും. രാഹു മെയ് 18 വരെ മീനൻ രാശിയിൽ തന്നെ നിൽക്കും. അതുപോലെ മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ സൂര്യനും മീനൻ രാശിയിൽ നിൽക്കും. ബുധന് സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ ഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ബുധന് മീനൻ രാശി നീചരാശിയാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ബുധനും ശനിയും രാഹുവും സൂര്യൻ ഒരു മാസമേ നിൽക്കുന്നുള്ളൂ, എങ്കിലും ഇവരെല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു നല്ല ഫലമായിട്ടൊന്നും തോന്നുന്നില്ല. ശുക്രൻ്റെ ആ ഒരു രാശിഫലം നമ്മൾ ചിന്തിക്കും. വ്യത്യസ്തരായ 5 പേര് പരസ്പരം ഒരു ഐക്യമോ അല്ലെങ്കിൽ പരസ്പരം സാമ്യമോ ഒന്നുമില്ലാത്ത 5 പേര് ഒന്നിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെപ്പോലെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ സാധിക്കും. ബുധൻ നീചത്തിലാവുമ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ബന്ധുക്കളെ സംബന്ധിച്ച കാര്യങ്ങൾ, യുവജനങ്ങൾ, വിദ്യാഭ്യാസം, ചിന്താശീലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബുധനുമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നീചരാശിയിലേക്ക് വരുമ്പോൾ മോശമായി കൂടെ നിൽക്കുന്നവരെ സ്വാധീനിക്കുക. അതായത് നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ വരിക. രാഹുവും ശുക്രനും തമ്മിലുള്ള ഒരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ ശുക്രൻ മധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് പാപരാശിയിലൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. എങ്കിലും ഇവിടെ രാഹുവിൻ്റെ ഒരു
ബന്ധം, അതുപോലെ ശനിയുടെ ബന്ധം, സൂര്യൻ്റെ ബന്ധം, ഇങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ ബുധൻ്റെ ബന്ധം, ബുധൻ നീചരാശിയിലാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ സുഖം, ഇങ്ങനെയുള്ള ഒരു താല്പര്യം യുവാക്കളുടെ ഇടയിലും സ്ത്രീകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള, യുവതീ യുവാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വേണ്ടാത്ത പ്രണയബന്ധത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉന്നത നിലയിലുള്ള സ്ത്രീകൾക്ക് പേരുദോഷം സംഭവിക്കാം, കാരണം ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതിയാണ്. അതുപോലെ കുറ്റാരോപണം ഉണ്ടാകാം. സൂര്യൻ ഒരു മാസമേ കൂടെ നിൽക്കുന്നുള്ളൂ എങ്കിലും ആ സമയത്ത് പിതൃതുല്യരായവർ, അതുപോലെ ഭരണതലത്തിലുള്ളവർ, അധികാരി വർഗം, ഇവർക്കൊക്കെ ചീത്തപ്പേരുണ്ടാകാം. ശനിബന്ധം വരുമ്പോൾ അതൊന്നുകൂടി ചിലപ്പോൾ മോശമാകാനും സാധ്യതയുണ്ട്. കാരണം നീചകർമ്മം, ബന്ധനം, കാരാഗ്രഹം, ഇതെല്ലാം തന്നെ ശനിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ശനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മരണകാരണം സൂചിപ്പിക്കാം, നീചകർമ്മങ്ങളെ സൂചിപ്പിക്കാം, ബന്ധനത്തെ സൂചിപ്പിക്കാം, കേസിനെയും വഴക്കിനെയും സൂചിപ്പിക്കാം, ജയിൽവാസത്തെ സൂചിപ്പിക്കാം. ഇതെല്ലാം സൂചിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് ശനി. ഇനി ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം ഇത് ഓരോ രാശിക്കാർക്കും ഓരോ ഭാവത്തിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹുവിൻ്റെ ആരോഗ്യ പ്രശ്നമെന്ന് പറയുന്നത് ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ്, ഇതുപോലെയൊക്കെയുള്ള രോഗങ്ങളെയാണ് രാഹു പ്രധാനമായും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അലർജി, ഇതിനെ നമ്മൾ സാധാരണ ജ്യോത്സ്യന്മാരെടുത്ത് ചെല്ലുമ്പോൾ സർപ്പദോഷമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ രോഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുക. ബുധനെ സംബന്ധിച്ചാണെങ്കിൽ രക്തസമ്മർദ്ദത്തെ സംബന്ധിച്ച് പ്രഷർ, അതുപോലെ തന്നെ അത് മെയിനാണ് കൂടുതലും ഈ ബുധനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. ശനിയെ സംബന്ധിച്ചാണെങ്കിൽ വാതരോഗം, വെരിക്കോസ്, ഇങ്ങനെയൊക്കെയുള്ള. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരാം, തേയ്മാനം വരാം, വിറ്റാമിൻ ഡിയുടെ പ്രശ്നങ്ങൾ വരാം. ഇതെല്ലാം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉച്ചരാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജീവിതം മാറി മറിയും. ശുക്രൻ ഒറ്റയ്ക്ക് മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഈ ശുക്രനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളും കൂടി കൂടിച്ചേരുമ്പോൾ ആകെപ്പാടെ എല്ലാം കൂടി ചേർന്ന ഒരു ഫലമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ എല്ലാം തന്നെ ആരോഗ്യ വിഷയങ്ങളും നമുക്ക് മുൻപന്തിയിലേക്ക് വരാം. അതാണ് സൂചിപ്പിച്ചത്. മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും വളരെ പ്രധാനം. കാരണം എന്ന് പറഞ്ഞാൽ ഉന്നത നിലവാരത്തിലുള്ള, ഉന്നത നിലയിലുള്ള സ്ത്രീകളും, അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളും, ആഡംബര ജീവിതവും, ഇതെല്ലാം തന്നെ അധികാരവും, ഇതെല്ലാം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചും സ്ത്രീകൾ മൂലവും ലഭിക്കുന്ന ഒരു രാശി തന്നെയാണ്. അതിനൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ ശുക്രനോടൊപ്പം മറ്റ് ചില ഗ്രഹങ്ങളും കൂടി വന്നുകൂടുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു സ്വാധീനം വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 4 ഗ്രഹങ്ങളെ സാധാരണഗതിയിൽ ചതുർഗ്രഹ യോഗമെന്നും 5 ഗ്രഹങ്ങളെ പഞ്ചഗ്രഹ യോഗമെന്നും ഒക്കെ പറയും. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെ പ്രവർജ്യായോഗമെന്നും സന്യാസയോഗമെന്നും ഒക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഭൗതിക ജീവിതത്തിൽ ഓരോന്നിനോടുമുള്ള അഭിനിവേശം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ തന്നെ ഉണ്ടായത്. കാരണം ഏതെങ്കിലും ഒന്നിന് പൂർണ്ണമായ സ്വതന്ത്രമായ ഒരു ഫലമോ ഒരു ബലമോ അവിടെ കൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആത്മീയമായ കാഴ്ചപ്പാടുണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. സൂര്യൻ ആത്മകാരകനുമാണ്. നീചനായ ബുധനെ സംബന്ധിച്ചാണെങ്കിൽ ഉള്ളതിനെ തിരിച്ചു കാണിക്കുക, സത്യത്തെ മറച്ചു വെച്ച്, അല്ലെങ്കിൽ നല്ലതിനെ മറച്ചു വെച്ച് മോശത്തെ വളരെ പൊലിമയോടെ കാണിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവായ അല്ലെങ്കിൽ ഓപ്പോസിറ്റായ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുന്ന ഒരു കാര്യമാണ് ഈ ബുധൻ്റെ നീചരാശി സ്ഥിതി. അതുപോലെ തന്നെ യുവതീ യുവാക്കൾ, അവരെയും സൂചിപ്പിക്കുന്നതാണ്. ചെറുപ്പക്കാരെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ മോശമായ ഒരവസ്ഥ വരാം എന്നതും ഇതിൻ്റെ ഒരു സൂചനയെ സൂചിപ്പിക്കുന്നുണ്ട്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വൃദ്ധജനങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാഹു ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നതാണ് ഒരു പ്രധാന കാരണം.
ശുക്രനെ സ്വാധീനിക്കാൻ രാഹു ശ്രമിക്കും, അതുപോലെ ബുധനെ സ്വാധീനിക്കാൻ ശ്രമിക്കും, ശനിയെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഓരോ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നതും നമ്മൾ ഇവിടെ സ്പഷ്ടമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാധാരണഗതിയിലുള്ള ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യയെയും അറിവിനെയും അന്യോന്യവാദത്തെയും, അതായത് തർക്കിച്ച് ജയിക്കുക, നമ്മുടെ ഭാഗം പണ്ഡിതനെയും അറിവിനെയും പാണ്ഡിത്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളെയും അന്യോന്യവാദത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. യുക്തിചാതുര്യത്തോടെ സംസാരിക്കാൻ പറ്റും. ശാസ്ത്രബോധത്തെയും പുസ്തകം, ലേഖനം, എഴുത്ത്, ആശയവിനിമയം, വിവര സാങ്കേതിക വിദ്യ, ആശയങ്ങളെ മറ്റുള്ളവരിൽ എത്തിക്കുക, വാർത്താമാധ്യമങ്ങൾ, യുവജനങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനെയുള്ള പലതും ബുധൻ്റെ രീതിയിൽ ആ പരിധിയിൽ വരും, കാരകത്വത്തിൽ വരും. എന്നാൽ ഇവിടെ ബുധൻ നീചനാവുമ്പോൾ ഏതൊന്നിൻ്റെയും നല്ല വശങ്ങളെ ഉപേക്ഷിച്ച് അതിൻ്റെ മോശമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രചരിപ്പിക്കുക എന്ന ഒരു പ്രധാന കടമയാണ് ഇവിടെ ബുധന് വരുന്നത്. മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ ബുദ്ധിപരമായി അഭിപ്രായങ്ങൾ പറയാനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഏതൊന്നിൻ്റെയും ശരിയായ അറിവിനെ മറച്ചു വയ്ക്കുക, വിദ്യാലയങ്ങളിൽ വിവാദമുണ്ടാക്കുക, വിദ്യാർത്ഥികളുടെ അനാവശ്യമായി ഇടപെടൽ നടത്തുക, വിദ്യാഭ്യാസത്തെ മോശമാക്കുക, വിദ്യാർത്ഥികൾക്ക് വലിയ മെച്ചം ഒന്നും ഉണ്ടാകാതിരിക്കുക. ബുധന് സൂര്യനും ശുക്രനും ബന്ധുവുമാണ്. അതുകൊണ്ട് തന്നെ ബുധന് ഭരണതലത്തിലുള്ളവരുമായിട്ട് ഈ സൂര്യൻ ഭരണതലത്തെയും സർക്കാരിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അത്തരത്തിലുള്ള ചില പിന്തുണയും ബുധന് ചിലപ്പോൾ ലഭിക്കാം. കാരണം ബുധൻ ബന്ധുവാണ് എന്നതുകൊണ്ട് തന്നെ. അതുപോലെ ശുക്രൻ ബന്ധുവായതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് യുവതികൾ, അതുപോലെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പിന്തുണയും സഹായവും ചിലപ്പോൾ അവർക്ക് ലഭിക്കാം. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർക്കും പേരുദോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ടും വരാം എന്നുള്ളതാണ്. ഫെബ്രുവരി 27 മുതൽ മെയ് 7 വരെ ബുധൻ മീനത്തിലാണ് സഞ്ചരിക്കുന്നത്. മീനം സമുദ്രത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ പുറമേ നിന്നുള്ളവരുടെ ആ ശക്തികളുടെ ബന്ധത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ബുധൻ എന്നുള്ള കാര്യവും നമ്മളിവിടെ ഓർമ്മിക്കണം. ഒരു രാശിയിൽ ഒന്നിലധികം ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാഭാവിക ഫലങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയും ഇവിടെ ശുക്രനോടൊപ്പം ഒരു മാസം സൂര്യനും ബാക്കിയുള്ള ശനി, രാഹു, ബുധൻ എന്നിവർ മെയ് മാസത്തിലാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറുന്നത്. അപ്പോൾ ശുക്രനോടൊപ്പം നിൽക്കുന്ന മെയ് മാസം വരെ നോക്കുമ്പോൾ സാധാരണ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർജ്യായോഗം എന്ന് നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിയും. ഒന്നിലധികം ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇവർ പരസ്പരം സ്വാധീനിക്കുകയും ഗ്രഹങ്ങളുടെ സ്വാഭാവികമായ ശക്തിക്ക് മാറ്റം വരികയും ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ശുക്രൻ്റെ ഉച്ചരാശി ഫലങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാല്, പഞ്ചസാര, തേയില ഇത് മൂന്നും വ്യത്യസ്തമായി പരസ്പരം ബന്ധമില്ലാത്ത 3 വസ്തുക്കളാണ്. ഈ വസ്തുക്കളെ നമ്മൾ ഒന്നായി ചേർക്കുമ്പോഴാണ് ചായ എന്ന 4ാമത്തെ ഒരു പദാർത്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പഞ്ചസാരയുടെയും പാലിൻ്റെയും തേയിലയുടെയും ഓരോന്നിൻ്റെയും രുചിയും ഗുണവും സ്വഭാവവും നിറവും രൂപവും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തവും എന്നാൽ ഇതുമായിട്ടൊക്കെ ബന്ധമുള്ളതുമായ ഒരു 4ാമത്തെ പദാർത്ഥമായിട്ടാണ് നമുക്കിവിടെ ചായയെ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ആ അനുഭവങ്ങളും ഫലവും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. രാഹുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഹു ശുക്രനെ സ്വാധീനിക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ ഉച്ചക്ഷേത്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശുക്രൻ രാഹുവിനെയും സ്വാധീനിക്കും. അതുപോലെ തന്നെ മീനൻ രാശിയിൽ വരുന്ന സൂര്യൻ മറ്റ് ഗ്രഹങ്ങളെ സ്വാധീനിക്കും. ആ ഗ്രഹങ്ങൾ ഈ രാഹു ഉൾപ്പെടെ ശുക്രനും സൂര്യനും ശനിയും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുകയും പരസ്പരം ഇവരുടെ ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോർന്നു പോവുകയും ചിലർ കൂടുതൽ ബലവാന്മാരാകുന്നു, ചിലരുടെ ദൂഷ്യഫലം കുറയുന്നു, ചിലരുടെ നന്മ കുറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡായ ഒരു ഫലം നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശനിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. കാരണം ശനിയെയും മറ്റുള്ളവർ സ്വാധീനിക്കുകയാണല്ലോ. വൃദ്ധജനങ്ങളെയും കഷ്ടപ്പെടുന്നവർ, അതായത് ദേഹാധ്വാനമുള്ള തൊഴിൽ ചെയ്യുന്നവരും വൃദ്ധജനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശനി ആത്മീയ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന
ഒരു ഗ്രഹമാണ്. അപ്പോൾ അതിനോട് ശുക്രൻ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ വൃദ്ധജനങ്ങളുടെ ജീവിത സുഖ സൗകര്യങ്ങൾ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ ആഗ്രഹിക്കുന്നു എന്നതാണ്, ഏത് സുഖമായാലും. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ, പിന്നെ പ്രലോഭനം അല്ലെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യം ചെലുത്തുന്ന ഒരു ഗ്രഹം ശനി എന്ന നിലയിൽ വൃദ്ധജനങ്ങൾക്ക് അതിനോട് കൂടുതൽ താല്പര്യം വരും. എന്നാൽ മറ്റുള്ളവരെല്ലാം കൂടി സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മീയതയിൽ നിന്നും ഒരല്പം മാറ്റം ഉണ്ടാകാനും വൃദ്ധജനങ്ങൾ മറ്റ് ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ യുവതികളെ പോലെ ഒന്ന് ജീവിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നുകൂടായികയൊന്നുമില്ല. അതാണ് ഞാൻ മാറ്റത്തിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. വാർദ്ധക്യത്തിലും ചെറുപ്പമാണെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉള്ള തോന്നൽ വരാം, അതനുസരിച്ച് പ്രവർത്തിക്കാം. ശനി മീനൻ രാശിയിൽ ശനി വരുമ്പോഴുള്ള കാര്യങ്ങളെന്ന് നല്ല കാര്യങ്ങൾ മനസ്സിൽ നിറയുക, അന്ധക്കരണ ശുദ്ധി വരിക, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുക, ഇതിനൊക്കെയാണ് ശനി സഹായിക്കുന്നത്. ശുക്രനാണെങ്കിൽ അറിവും പാണ്ഡിത്യവും ഉന്നതരുടെ ആദരവും രാജാക്കന്മാരുടെ പ്രശംസയും സൗഭാഗ്യവും ലഭിക്കുന്ന സ്ഥാനമാണ് ശുക്രൻ്റെ മീനൻ രാശി. അപ്പം ഇങ്ങനെ വരുമ്പോൾ മീനത്തിലെ ശുക്രൻ്റെ ഫലവും ശനിയുടെ ഫലവും എല്ലാം തന്നെ, അതുപോലെ മീനത്തിലെ ബുധനാണെങ്കിലോ നന്മയെയും നല്ലതിനെയും മറച്ചു വെച്ച് മോശത്തെയും ചീത്തയെയും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ചിന്താഗതി. സൂര്യൻ സമുദ്രോൽപ്പന്നങ്ങളെയും അതിൻ്റെ വിജയ സാധ്യതകളെയും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെയുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, രാഹു വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ അതിനും ഒരല്പം ശുഭത്വമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റു പലരും ഈ രാഹുവിനോടൊപ്പം അങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ രാഹു പലരെയും സ്വാധീനിക്കുന്നു, രാഹുവിനെ പലരും സ്വാധീനിക്കുന്നു, ശനിയെ സ്വാധീനിക്കുന്നു, ബുധനെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ശുക്രനെ സ്വാധീനിക്കുന്നു. ഇതെല്ലാം തന്നെ പൊതുവെ എല്ലാം കൂടിച്ചേർന്ന് ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സൂചന തരുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നിനോട് മാത്രമായിട്ട് ശുക്രൻ മീനത്തിൽ വരുമ്പോൾ ഏതാണ്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകി മോശപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം കൂട്ടുന്നയാളാണ് ബുധൻ. രാജാക്കന്മാർ പോലും പ്രശംസിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് മീനത്തിലെ ശുക്രൻ. ശനിയാണെങ്കിലോ ശോഭനമായ മനസ്സും അതുപോലെ തന്നെ നല്ല മരണകാലവും. ശോഭനമായ മരണം എന്നാണ് എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അന്ത്യകാലത്തെ സൂചിപ്പിക്കുന്നത്. രാജഭവനങ്ങളിൽ പോലും വിശ്വസ്തരായി കഴിയാനുള്ള ഒരു ശേഷിയും ഈ ശനി കൊടുക്കും. ഭാര്യയും കുടുംബവും എന്നതൊക്കെ അതുമായി ബന്ധപ്പെടുമ്പോൾ ഒരു പ്രധാനിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു ശേഷിയും ഈ ശനി നൽകുന്നുണ്ട്. സൂര്യനാണെങ്കിൽ മീനമാസത്തിലെ കാര്യം പറയുമ്പോൾ മീനൻ രാശിയിൽ സൂര്യൻ വരുന്നത് മീനമാസത്തിലാണല്ലോ. സമുദ്രോൽപ്പന്നങ്ങൾ, സമുദ്ര വിഭവങ്ങൾ, സ്ത്രീജനങ്ങൾ ഇവയുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധവും അതിൻ്റെ ഒരു പുരോഗതിയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സൂര്യൻ്റെ സമനാണ് ബുധൻ. ശനിയും ശുക്രനും ശത്രുവുമാണ്. അതുപോലെ തന്നെ ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യനും ശുക്രനും ബന്ധുവും ശനി സമനുമാണ്. ശുക്രനാണെങ്കിലോ ശനിയും ബുധനും ബന്ധുവാണ് ശുക്രൻ്റെ, സൂര്യൻ ശത്രുവാണ്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രനും ബുധനും ബന്ധുവാണ്, സൂര്യൻ ശത്രുവാണ്. അതായത് ഇവിടെ രാഹുവിനെ നമ്മൾ ശത്രുമിത്രാവസ്ഥയിലൊന്നും കാണുന്നില്ല. പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുവായും ബന്ധുവായും പരസ്പരം തൻ്റെ ബന്ധുവായ ശുക്രനെ സ്വാധീനിക്കുമല്ലോ. ശുക്രൻ ബുധൻ്റെ ചിന്താഗതിയെ മാറ്റാനും ശ്രമിക്കും. അങ്ങനെ ഒരു ഗ്രഹത്തിനും സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എല്ലാം കൂടി ചേരുന്ന മറ്റൊരു ഫലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക എന്നതാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ. ഇത്തരം അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ, ഒരാളുടെ ജാതകത്തിൽ 4-5 ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഇതിനെയും നമ്മൾ പ്രത്യേകിച്ച് പ്രവർജ്യായോഗം അല്ലെങ്കിൽ സന്യാസയോഗം എന്ന് പറയുന്നത് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയായി തീരുക എന്നുള്ളതാണ്. പണത്തിനോടോ പദവിയോടോ അമിതമായ സുഖത്തോടോ താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുക. ഇതിന് ചിലർ സന്യാസയോഗം എന്ന് പറയും. സന്യാസിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെയാണ് ഒന്നിലധികം ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് 4-5 ഗ്രഹങ്ങൾ
ഒരു രാശിയിൽ വരുമ്പോൾ ഏതാണ്ട് മഹാകാര്യം സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനം ചെലുത്തി ഓരോന്നിൻ്റെയും തനതായ ആ ഒരു ഫലത്തെ ഇല്ലാതാക്കി മൊത്തത്തിൽ കൂടിച്ചേരുന്ന ഒരു ഫലത്തെ പ്രദാനം ചെയ്യും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം അതാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം പറയുന്ന കാര്യം. നമ്മളിപ്പോൾ ഒരു ഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിനെ സംബന്ധിച്ച് ഒരു ഫലം പറയാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പഠിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.